നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. തൃശൂരിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ. നിയമ ഭേദഗതിയില്ലെങ്കിലും പാലക്കാട് ജില്ലയിലെ ഉത്സവങ്ങൾ അതേപടി നടത്താൻ ഒറ്റപ്പാലത്ത് ചേർന്ന ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി യോഗത്തിൽ തീരുമാനം. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ പ്രതിഷേധ ഘോഷയാത്ര. വടക്കാഞ്ചേരി അകമല പ്രദേശത്ത് ജനവാസ മേഖലയിൽ വിലസുന്ന വാഴക്കൊമ്പനെന്ന ഒറ്റയാനെ തുരത്താനുള്ള വനം വന്യജീവി വകുപ്പിന്റെ ശ്രമം വിഫലം. ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിൽ ആനയെ കണ്ടെത്താനായില്ല. ആനക്കൂട്ടം സമീപത്തെ റെയിൽവേ ട്രാക്കിൽ പതിവായി എത്തുന്നത് ആശങ്ക പരത്തുന്നു. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. വീട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ പുലി ആക്രമിച്ചു. തൃശൂർ പുതുക്കാട് സെന്ററിൽ ബാങ്ക് ജീവനക്കാരിയായ യുവതിക്ക് കുത്തേറ്റു. യുവതിയെ ആക്രമിച്ചത് മുൻ ഭർത്താവ്. 9ഓളം കുത്തേറ്റ യുവതി ചികിത്സയിൽ. ആക്രമണം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നെന്ന് പോലീസ്. വൈദ്യുത നിരക്ക് വർധനയ്ക്കെതിരെ ഹൈ വോൾട്ടേജ് പ്രതിഷേധം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ. പട്ടാമ്പിയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ സംഗമം. വാർത്തകൾ വിശദമായി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൗസ്തുഭം ഹാളിൽ നടന്ന യോഗം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ, ജില്ലയിലെ വിവിധ ഉത്സവ കമ്മിറ്റി പ്രതിനിധികൾ, പൂരപ്രേമികൾ തുടങ്ങിയവർ ആചാര സംരക്ഷണ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ യോജിച്ച് പ്രവർത്തിക്കാൻ യോഗം തീരുമാനിച്ചു. ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് തുടങ്ങിയ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമനിർമ്മാണം നടത്തണമെന്നും ഉത്സവാഘോഷങ്ങളും ചടങ്ങുകളും സാധാരണ നിലയിൽ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിൽ കക്ഷി ചേരേണ്ട ഗവൺമെന്റുകളും കോടതിയിൽ കക്ഷി ചേരണം. കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് കോടതിയുടെ ഈ തീരുമാനത്തിന് മാറ്റമുണ്ടാകുന്ന വിധത്തിൽ ജനഹിതം വളർന്നു വരാൻ ബഹുമാനപ്പെട്ട കോടതി നിയമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇതെങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ള ധാരണയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുന്നതിന്റെ ആദ്യ നാന്ദിയായി ഞാൻ ഈ മഹാസമ്മേളനത്തെ കാണുന്നു. ഇതിനായി കൂട്ടായ്മയുടെ പേരിൽ സർക്കാരിന് നിവേദനം നൽകാനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി ഇല്ലെങ്കിലും പാലക്കാട് ജില്ലയിലെ ഉത്സവങ്ങൾ അതേപടി നടത്താൻ പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി യോഗത്തിൽ തീരുമാനം. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണമെന്ന് ഒറ്റപ്പാലത്ത് ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. ഉത്സവം നടത്താൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവും സംരക്ഷിച്ചു പോരേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ്മ ഉത്സവം നടത്തേണ്ടി വരുമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഉത്സവ കമ്മിറ്റികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുജന പ്രതിഷേധ പരിപാടി നടത്തും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ നേരിൽ കണ്ട് നിവേദനം നൽകും. പ്രശ്നം ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസിന് കത്തയക്കും. തൃശൂർ ജില്ലാ ഉത്സവ കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച് സംയുക്തമായ നിയമ പോരാട്ടങ്ങൾക്ക് രൂപം നൽകാനും യോഗം തീരുമാനിച്ചു. ചിനക്കത്തൂർ പൂരം പാലപ്പുറം ദേശം പൂരക്കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗം എസ് അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നിയമം അനുസരിക്കാൻ മാത്രമുള്ളതല്ല, ജനങ്ങളുടെ നല്ല കാര്യത്തിന് ലംഘിക്കാൻ വേണ്ടിയുള്ളതുകൂടിയാണെന്ന് അജയകുമാർ പറഞ്ഞു. നിലവിലുള്ള ഉത്തരവ് പ്രകാരം പൂരം നടത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഇടപെട്ട് നിയമം ലംഘിച്ചാൽ മാത്രമാണ് പൂരം നടത്താൻ കഴിയുകയെന്ന് അജയകുമാർ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ഈ പാലപ്പുറത്തുകാരുടെ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ വെടിക്കെട്ട് മുടങ്ങിയിട്ടില്ല. പല സ്ഥലത്തും മുടങ്ങിയപ്പോഴും പാലപ്പുറത്ത് മുടങ്ങിയിട്ടില്ല. ഗവൺമെൻറ്റും പോലീസും സർക്കാർ സംവിധാനങ്ങളൊക്കെ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചപ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി അതിനെ ചെറുത്തു പരാജയപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിയമം എന്ന് പറയുന്നത് അനുസരിക്കാൻ മാത്രമുള്ളതല്ല, ലംഘിക്കാൻ കൂടിയുള്ളതാണ്. ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, സംഘടനാ ജില്ലാ സെക്രട്ടറി എം മാധവൻകുട്ടി, വൈസ് പ്രസിഡന്റ് AR രാജേഷ്, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് അംഗം കെ ശ്രീവത്സൻ, എം സുഭാഷ് എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരുവനം മാറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരം സെൻട്രൽ കമ്മിറ്റി പ്രതിഷേധ ഘോഷയാത്ര നടത്തി. തിരുവള്ളക്കാവ് ക്ഷേത്രനട മുതൽ പെരുവനം ക്ഷേത്രനട വരെ നടത്തിയ യാത്രയിൽ വിവിധ പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുവനം ക്ഷേത്രത്തിൽ നടന്ന സമാപന യോഗം തന്ത്രിമാരായ KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി CS ഭരതൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര എന്നിവർ പ്രസംഗിച്ചു. വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ ET നീലകണ്ഠൻ മൂസ്, സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പട്ടാമ്പി മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലും പ്രകടനം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ മുനീർ പാലത്തിങ്കൽ, റിയാസ് നമ്പ്രം, ഫാസിൽ നമ്പ്രം, ഷാഹുൽ, മൻസൂർ പാലത്തിങ്കൽ, റാഷിഖ്, KM ഷാക്കീർ, സൈദലവി വടക്കേത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CA റാസി, KM ജലീൽ, MK മുസ്താഖ്, സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പുതുക്കാട് സെന്ററിൽ യുവതിക്ക് കുത്തേറ്റു. കൊട്ടേക്കാട് സ്വദേശി 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. പുതുക്കാട് സെൻട്രലിലാണ് സംഭവം. യുവതിക്ക് 9ഓളം കുത്തേറ്റിട്ടുണ്ട്. ഇവരുടെ മുൻ ഭർത്താവ് കേച്ചേരി കൂളവീട്ടിൽ ലെസ്റ്റിനാണ് കുത്തിയത്. സംഭവത്തിന് ശേഷം ഇയാൾ പോലീസിൽ കീഴടങ്ങി. പുതുക്കാട് SBI ബാങ്കിലെ ജീവനക്കാരിയാണ് ബിബിത. റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇയാൾ ഇവരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ബിബിതയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി അകമല പ്രദേശത്ത് ജനവാസ മേഖലയിൽ വിലസുന്ന വാഴക്കൊമ്പൻ എന്ന ഒറ്റയാനെ തുരത്താനുള്ള വനം വന്യജീവി വകുപ്പിന്റെ ശ്രമം വിഫലമായി. കഴിഞ്ഞ 2 ദിവസമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിൽ ആനയെ കണ്ടെത്താനായില്ല. ഏതാനും നാളുകളായി മേഖലയിൽ കാട്ടാന ശല്യമുണ്ടെങ്കിലും കഴിഞ്ഞ 2 ആഴ്ചയായി അകമല ജനവാസ മേഖലയിൽ കാട്ടാനകൾ വിലസുകയാണ്. പ്രദേശവാസികളായ ബാബുവിന്റെയും ജയേഷിന്റെയും ഗോവിന്ദൻകുട്ടിയുടെയും കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ആനകളുണ്ടാക്കിയത്. ഇതിനിടെയാണ് വാഴക്കൊമ്പൻ എന്ന ഒറ്റയാന്റെ ആക്രമണം. ഹെലികാം ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയെങ്കിലും കാട്ടിലെ വൃക്ഷങ്ങളെല്ലാം ഇലവിരിച്ചു നിൽക്കുന്നതിനാൽ വാഴക്കൊമ്പന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇല പൊഴിയുന്ന സമയത്ത് വീണ്ടും ഡ്രോൺ ഉപയോഗിച്ച് ആനയെ ട്രാക്ക് ചെയ്യാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. എത്രയും പെട്ടെന്ന് പ്രശ്നക്കാരനായ വാഴക്കൊമ്പനെ പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിലോ മറ്റോ ആക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം കാടിറങ്ങുന്ന ആനക്കൂട്ടം സമീപത്തുകൂടി പോകുന്ന റെയിൽവേ ട്രാക്കിന് അടുത്തുവരെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. കെട്ടിയിട്ടിരുന്ന ആടിനെ പുലി ആക്രമിച്ചു. 2 ദിവസം മുൻപും പ്രദേശത്ത് പുലി ഇറങ്ങിയിരുന്നു. മേലെ ധോണിയിലെ സുധയുടെ ഉടമസ്ഥതയിലുള്ള ആടിനെയാണ് രാത്രി പുലി ആക്രമിച്ചത്. വീടിനോട് ചേർന്ന് കെട്ടിയിട്ടിരുന്ന ആടിന്റെ കഴുത്തിലാണ് പുലിയുടെ കടിയേറ്റത്. 2 ദിവസം മുമ്പ് ധോണി മായാപുരത്ത് പുലി ഇറങ്ങി ജയശ്രീ എന്ന വീട്ടമ്മയുടെ വീട്ടിലെ കോഴിക്കൂട് തകർത്ത് കോഴിയെ പിടികൂടിയിരുന്നു. പുലിഭീതി ഒഴിവാക്കാൻ പ്രദേശത്ത് പുലിക്കണി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കേൾക്കാൻ വനം വകുപ്പ് ഇനിയും തയ്യാറായിട്ടില്ല. വന്യമൃഗങ്ങൾ നാടിറങ്ങി ഭീതി പരത്തുമ്പോഴും നിസ്സംഗത പാലിക്കുന്ന വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് മേഖലയിൽ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സർഗശേഷിയുള്ള കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള പ്രധാന ഇടമായി കേരളോത്സവങ്ങൾ മാറിയതായി അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടന്നുവന്ന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും കലാസന്ധ്യയും
ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സാർവത്രികമായി നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ രാജ്യത്ത് ഉയർന്നു വരുന്നു. ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവനവന്റെ എക്സ്പ്രഷൻ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണ്, സ്പേസ് ഉണ്ടാവുകയാണ്. അതുകൂടെ വന്നതോടുകൂടി കഴിവുള്ള സർഗശേഷിയുള്ള കലാകാരന്മാർക്കും പ്രതിഭകൾക്കുമൊക്കെ തങ്ങളുടെ കഴിവുകൾ ആരും പറയാതെ തന്നെ പ്രകടിപ്പിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും നല്ല നിലയിൽ തുടരുക തന്നെയാണ്. കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. വിജയികൾക്കുള്ള സമ്മാനദാന വിതരണവും ശാന്തകുമാരി MLA നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ B. ഷാജിദ, OK. രാമചന്ദ്രൻ, M. രമ, ബ്ലോക്ക് മെമ്പർ B. നന്ദിനി, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ശ്രീഹരി, ആസൂത്രണ സമിതി അംഗം PC ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ STV റിപ്പോർട്ടർ KP മൊയ്തീൻകുട്ടിയെ കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിനു വേണ്ടി MLA ഉപഹാരം നൽകി ആദരിച്ചു. കേലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ നടന്ന കലാസന്ധ്യയിൽ ഒപ്പന, മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, ശ്രീഹരിയുടെ ഗാനാലാപനം, തിരുവാതിരക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദൈവമാതാവിന്റെ വാത്സല്യമുള്ളപ്പോൾ ലോകത്താരും അനാഥരില്ലെന്ന് താവളം സെഹിയോൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ സോജി ഓലിക്കൽ. പാലക്കാട് ജെല്ലിപ്പാറ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ മാതാവിന്റെ 3ാം ഊട്ടുതിരുനാളിലും തിരുനാൾ കുർബാനയിലും മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജപമാല ഭക്തി നമ്മെ ആധ്യാത്മികമായും ഭൗതികമായും ഉന്നതിയിലെത്തിക്കുമെന്നും ഫാദർ സോജി ഓലിക്കൽ ഓർമ്മപ്പെടുത്തി. അപ്പം അദ്ദേഹം അവിടെ ഒരു പള്ളി പോയി. ആ പള്ളിയുടെ പ്രത്യേകത അവിടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു മനോഹരമായ തിരുസ്വരൂപമുണ്ട്. അപ്പോൾ ഈ അച്ഛൻ അവിടെ മുട്ടുകുത്തി മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ ഈ കുരുക്ക് അമ്മ അഴിച്ചാൽ, അമ്മ എൻ്റെ കുരുക്കഴിച്ചാൽ ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൽ അർജന്റീനയിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ കുരുക്കഴിക്കുന്ന മാതാവിനെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ ഒരുപാട് ഞാൻ പരസ്യപ്പെടുത്തും എന്നൊരു നേർച്ച അങ്ങോട്ട് നടന്നു. തുടർന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അദ്ദേഹം ഇപ്പോഴത്തെ മാർപ്പാപ്പിയായിരുന്ന അന്നത്തെ വൈദികൻ ആ പ്രാർത്ഥന അർപ്പിച്ചു. അദ്ദേഹത്തിന് കുരുക്ക് മാതാവ് അഴിച്ചു കൊടുത്തു. തുടർന്ന് അദ്ദേഹം പഠനത്തിലെല്ലാം നല്ല വിജയിച്ച് അദ്ദേഹം തിരിച്ച് തൻ്റെ ജന്മനാട്ടിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹത്തെ ബിഷപ്പാക്കി ഉയർത്തി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 8-ന് താവളം ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച 3ാമത് മരിയൻ തീർത്ഥാടന പദയാത്ര താവളം ഫൊറോന വികാരി ഫാദർ ബിജു പ്ലാത്തോട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജെല്ലിപ്പാറ വികാരി ഫാദർ ജോൺ മരിയ വിയാനി ഒലങ്കോങ്കൽ പതാക ഏറ്റുവാങ്ങി. പദയാത്ര ജെല്ലിപ്പാറ പള്ളിയിലെത്തിയതിനു ശേഷം ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ, പ്രദക്ഷിണം, ഊട്ടുനേർച്ച, ഭക്ഷണവെഞ്ചരിപ്പ് എന്നിവയും മാതാവിന് ജപമാല സമർപ്പണം, കിരീട സമർപ്പണം എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സ്ഥാപക ദിനം ആചരിച്ചു. VKTU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഇടപെടലാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU നടത്തിയിട്ടുള്ളതെന്ന് S. കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി. ആ യൂണിയൻ രൂപീകരിക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റിൽ തന്നെ പൊതുവിൽ പരിശോധിച്ചാൽ ഈ മേഖലയിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കാനുണ്ടായ ഒരു സാഹചര്യമെന്ന് പറയുന്നത് തന്നെ ആ കാലഘട്ടം എന്ന് പറയുന്നത് UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടമാണ്. കോൺഗ്രസ് ഗവൺമെൻറ് 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ
ഈ മേഖലയിലുള്ള തൊഴിലാളികളെ കൂട്ടത്തോടു കൂടി ഒഴിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഈ മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കണമെന്ന് CIT തീരുമാനിച്ചു. VKTU ഏരിയ പ്രസിഡന്റ് APM റഷീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV സന്തോഷ്, ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് MIA റസാഖ്, സെക്രട്ടറി K അബുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാദ്യരംഗത്ത് 5 പതിറ്റാണ്ട് പിന്നിട്ട ഇലത്താള കലാകാരൻ പാഞ്ഞാൾ വേലുക്കുട്ടിയെ വീരശൃംഖല നൽകി ആദരിച്ചു. ആറ്റൂർ തുളസി മണ്ഡപത്തിൽ നടന്ന പരിപാടി പെരുവനം കുട്ടന്മാറ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കലാനിലയത്തിൽ പഠിക്കാൻ സാധിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കലാനിലയത്തിലെ പഠനകാലത്ത് വേലുക്കുട്ടി രാമൂതാള ആശാൻ്റെ കയ്യിൽ നിന്നും തായമ്പക പഠിച്ചു. ചെണ്ടയാണ് അവിടെ വേലുക്കുട്ടി പഠിച്ചത്. എന്തുകൊണ്ടോ ആശാൻ തന്നെ വേലുക്കുട്ടിക്ക് ഒരു നിയോഗമെന്ന പോലെ താളത്തിൽ കണിശതയുള്ള താളചക്രവർത്തിയായി തീരട്ടെ എന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഇലത്താളക്കാരനായി മാറ്റി എന്ന് വേണം ഇന്ന് നമുക്ക് മനസ്സിലാവാൻ. വേലിക്കുട്ടി ചെണ്ട അസലായിട്ട് കിട്ടും. ഗൺപതം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ നെല്ലിക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കീർത്തിമുദ്ര സമർപ്പണം പത്മഭൂഷൺ ഡോക്ടർ TV ഗോപാലകൃഷ്ണനും വീരശൃംഖല സമർപ്പണം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും നിർവഹിച്ചു. പ്രശസ്തി പത്ര സമർപ്പണം കിഴക്കോട്ട് അനിയന്മാരാരും ഉപഹാര സമർപ്പണം ചോറ്റാനിക്കര വിജയന്മാരാരും നിർവഹിച്ചു. പ്രശസ്ത മദ്ദള വിദ്വാൻ ചെർപ്പുളശ്ശേരി ശിവൻ പുഷ്പകിരീടം നൽകി. ഗുരുവായൂർ ക്ഷേത്രം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, NP വിജയകൃഷ്ണൻ, കിള്ളിമംഗലം കുഞ്ചു വാസുദേവൻ നമ്പൂതിരി, കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടി, കണ്ണനെങ്കക്കാട്, പെരുവനം സതീശന്മാരാർ, ചേർപ്പ് രാജീവ്, മീറ്റ്ന രാമകൃഷ്ണൻ, അന്തിക്കാട് പത്മനാഭൻ, കൈപ്പഞ്ചേരി ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. കോർഡിനേറ്റർ കൊടകര രമേശ് സ്വാഗതവും വിജയാനന്ദ് പാഞ്ഞാൾ നന്ദിയും പറഞ്ഞു. രാവിലെ നടന്ന അക്ഷരാർപ്പണ ചടങ്ങ് കലാമണ്ഡലം നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചെർപ്പുളശ്ശേരി ശിവന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും മറ്റ് വിവിധ പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന KC ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രത്തിന് സൗജന്യമായി സ്ഥലം കൈമാറി കോങ്ങാട് മണിക്കശ്ശേരി പഞ്ചായത്തുകളം കുടുംബം. കോങ്ങാട് CPM ഓഫീസിൽ നടന്ന പരിപാടിയിൽ സ്ഥലത്തിന്റെ രേഖകൾ കുടുംബാംഗങ്ങൾ സാന്ത്വന പരിചരണ കേന്ദ്രം അധ്യക്ഷൻ PA ഗോകുൽദാസിന് കൈമാറി. കോങ്ങാട് CPM ഓഫീസിൽ നടന്ന പരിപാടിയിൽ സ്ഥലം സംബന്ധിച്ച രേഖ സാന്ത്വന പരിചരണ കേന്ദ്രം അധ്യക്ഷൻ PA ഗോകുൽദാസിന് കുടുംബാംഗം സന്ദീപ് കൈമാറി. സന്ദീപ്, കിഷോർ എന്നിവർ ചേർന്നാണ് മണിക്കശ്ശേരിയിൽ 10 സെന്റ് സ്ഥലം സൗജന്യമായി നൽകുന്നത്. ഏതാണ്ട് 7500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആവും അത്ര ആളുകളെ താമസിപ്പിക്കാനും പരിചരിക്കാനും പറ്റും. അപ്പോൾ പതുക്കെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറി കുറേ കൂടി ആളുകൾക്ക് സഹായവും പരിചരണമൊക്കെ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് സഹായകരമായ നിലയിലാണ് ഒരു 10 സെന്റ് സ്ഥലം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തരാൻ മനസ്സ് കാണിച്ചിട്ടുള്ള സന്ദീപ്, അതുപോലെ കിഷോർ, അവരുടെ കുടുംബാംഗങ്ങൾ 2 ആളുകൾ 5 സെന്റായിട്ടൊരു പ്ലോട്ടാണെന്നാണ് സുന്ദരം പറഞ്ഞാൽ പോയി നോക്കിയിട്ടില്ല. വിതരണം ചെയ്ത് പോയി നോക്കിയിട്ടില്ല. അതായത് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. നിലവിൽ മുണ്ടൂർ ചുങ്കത്ത് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് പരിചരണ കേന്ദ്രത്തിൽ 10 കിടപ്പ് രോഗികളെ പരിപാലിച്ചു വരുന്നു. സ്ഥലം ലഭ്യമാകുന്നതോടെ മണിക്കശ്ശേരിയിൽ 7500 ചതുരശ്ര അടിയിലുള്ള കെട്ടിടം നിർമ്മിച്ച് കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറി SP ജയദേവൻ അധ്യക്ഷനായി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ, കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് T അജിത്, ഉണ്ണികൃഷ്ണൻ, CK സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കുളപ്പുള്ളി കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ സർവൈശ്വര പൂജ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പൂജയിൽ പങ്കെടുത്തു. ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് സർവൈശ്വര്യ പൂജ നടന്നത്. ക്ഷേത്രാങ്കണത്തിൽ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് പൂജ ആരംഭിച്ചു. വ്യക്തികളുടെയും കുടുംബത്തിന്റെയും ദേശത്തിന്റെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തുന്ന സമൂഹ പൂജയാണ് ഇത്. പ്രായഭേദമന്യേ നിരവധി സ്ത്രീകൾ പൂജയിൽ പങ്കെടുത്തു.
സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. തൃശൂരിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ. നിയമ ഭേദഗതിയില്ലെങ്കിലും പാലക്കാട് ജില്ലയിലെ ഉത്സവങ്ങൾ അതേപടി നടത്താൻ ഒറ്റപ്പാലത്തു ചേർന്ന ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി യോഗത്തിൽ തീരുമാനം. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ പ്രതിഷേധ ഘോഷയാത്ര. വടക്കാഞ്ചേരി അകമല പ്രദേശത്ത് ജനവാസ മേഖലയിൽ വിലസുന്ന വാഴക്കൊമ്പനെന്ന ഒറ്റയാനെ തുരത്താനുള്ള വനം വന്യജീവി വകുപ്പിന്റെ ശ്രമം വിഫലം. ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിൽ ആനയെ കണ്ടെത്താനായില്ല. ആനക്കൂട്ടം സമീപത്തെ റെയിൽവേ ട്രാക്കിൽ പതിവായെത്തുന്നത് ആശങ്ക പരത്തുന്നു. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. വീട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ പുലി ആക്രമിച്ചു. തൃശൂർ പുതുക്കാട് സെന്ററിൽ ബാങ്ക് ജീവനക്കാരിയായ യുവതിക്ക് കുത്തേറ്റു. യുവതിയെ ആക്രമിച്ചത് മുൻ ഭർത്താവ്. 9ഓളം കുത്തേറ്റ യുവതി ചികിത്സയിൽ. ആക്രമണം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നെന്ന് പോലീസ്. വൈദ്യുത നിരക്ക് വർധനയ്ക്കെതിരെ ഹൈ വോൾട്ടേജ് പ്രതിഷേധം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ. പട്ടാമ്പിയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ സംഗമം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.